ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അടുത്ത എക്സസൈസിൽ ഗൈറു മുൻസരിഫ് എടുക്കുകയാണ്, തൻവീനില്ലാത്ത ഇസ്മ. ഓക്കെ, ഇത് 4 പ്രത്യേക ഇസ്മുകളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ സ്ത്രീലിംഗവും ബഹുവചനവും എങ്ങനെയാണ്. ഹാമിദുൻ ജൗആനുൻ. ഹാമിദുൻ ജൗആനു, തൻവീനില്ല, ജൗആനു. വിശക്കുന്നവനാണ് ഹാമിദ്. ഹാമിദിന് വിശപ്പുണ്ട്. അപ്പോൾ അതിനെ ബഹുവചനാക്കണം. അപ്പോൾ അത്തുല്ലാബു ജിയാഉൻ. അപ്പോൾ ജൗആനുൻ്റെ ബഹുവചനം ജിയാഉൻ. അതിന് തൻവീനുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിശപ്പുണ്ട്. ഇനി ജൗആനുവിൻ്റെ മുഅന്നസ് നോക്ക്, മറിയമു ജൗആ. അപ്പോൾ ജൗആനുവിൻ്റെ മുഅന്നസ് ജൗആ. ഐനിന് ശേഷം പുള്ളിയില്ലാത്ത യ, അത് അലിഫാണ്. പുള്ളിയില്ലാത്ത യ അലിഫാണ്, ജൗആ. അപ്പം മറിയമിന് വിശപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗത്തിൻ്റെ ബഹുവചനം അത്വാലിബാത്തു ജിയാഉൻ. വിദ്യാർത്ഥിനികൾക്ക് വിശപ്പുണ്ട്. അപ്പോൾ ബഹുവചനം പുല്ലിംഗായാലും സ്ത്രീലിംഗായാലും ജൗആനുവിൻ്റെ ജിയാവുൻ തന്നെയാണ്, മാറ്റില്ല. ഏകവചനാവുമ്പം ജൗആനു പുല്ലിംഗം, ജൗആ സ്ത്രീലിംഗം. ഇനി ഇതേപോലത്തെ മറ്റൊന്ന് നോക്കാം. ഖാലിദുൻ അത്ഷാനു. ഖാലിദിന് ദാഹമുണ്ട്, ദാഹമുള്ളവനാണ് ഖാലിദ്. അപ്പോൾ അത്ഷാനുവിനെ എങ്ങനെ ബഹുവചനാക്കാം? അത്തുല്ലാബു ഇതാഷുൻ. അത്തുല്ലാബു ഇതാഷുൻ. വിദ്യാർത്ഥികൾക്ക് ദാഹമുണ്ട്. ഇനി അത്ഷാനുവിൻ്റെ സ്ത്രീലിംഗം എങ്ങനെയായിരിക്കും? ഫാത്തിമത്തു അത്ഷാ. ഷീന് ശേഷം പുള്ളിയില്ലാത്ത യ, ഖലിഫാണ്. ഖാലിദുൻ അത്ഷാ. ഈ ആൻസർ ഞാൻ താഴെ പോസ്റ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് നോക്കുക, ശ്രദ്ധിക്കുക. ഫാത്തിമത്തു അത്ഷാ. ഇനി ഇതിൻ്റെ ബഹുവചനം എങ്ങനെയായിരിക്കും? അത് പുല്ലിംഗായാലും സ്ത്രീലിംഗായാലും ഇതാഷുൻ. അപ്പോൾ അത്തുല്ലാബു ഇതാഷുൻ, അത്വാലിബാത്തു ഇതാഷുൻ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്ത നോക്കൂ, ഇബ്രാഹിമു ഷബ്ആനു. ഷബ്ആനു എന്ന് പറഞ്ഞാൽ നല്ലോണം ഭക്ഷണം കഴിച്ച് വയറൊക്കെ എന്ന് പറഞ്ഞിട്ട് തൃപ്തിയാവൂലേ, ഒരു സമാധാനത്തിൽ വിശപ്പൊക്കെ മാറി, അതിനാണ് ഷബ്ആനു എന്ന് പറയാം. അപ്പോൾ ഇബ്രാഹിമു ഷബ്ആനു. അപ്പോൾ ആയിഷത്തു സ്ത്രീലിംഗാക്ക് ഷബ്ആ. അതിന് ശേഷം പുള്ളിയില്ലാത്ത യ, അത് അലിഫാണ്. ആയിഷത്തു ഷബ്ആ. ഇതിൻ്റെ ബഹുവചനോ അത് പുല്ലിംഗായാലും സ്ത്രീലിംഗായാലും ഷിബാഉൻ. ഷിബാഉൻ. അപ്പോൾ അത്തുല്ലാബു ഷിബാഉൻ, അത്വാലിബാത്തു ഷിബാഉൻ. അടുത്ത് നോക്കൂ, അൽ മുദർരിസു ഗളുബാനു. ഗളുബാൻ എന്ന കോപം. അധ്യാപകന് കോപമുണ്ട്, കോപം വന്ന ആളാണ്. അപ്പോൾ അയ സ്ത്രീലിംഗാക്കൂ, അൽ മുദർരിസത്തു ഗളുബാ. ബാക്ക് ശേഷം പുള്ളിയില്ലാത്ത യ, ഗളുബാ. ഇതിൻ്റെ ബഹുവചനം പുല്ലിംഗായാലും സ്ത്രീലിംഗായാലും ഒന്ന് തന്നെ. അപ്പോൾ അൽ മുദർരിസൂന ഗിലാബുൻ, അൽ മുദർരിസാത്തു ഗിലാബുൻ. ഇനി അടുത്ത വാക്ക് ഇതേപോലെ തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസം വരും. ഏത്? സ്ത്രീലിംഗത്തിന്. അപ്പോൾ യൂസുഫു കസ്ലാനു, മടിയുള്ളവനാണ്. കസ്ലാനു എന്ന് പറഞ്ഞാൽ മടിയുള്ളവൻ. അതിൻ്റെ സ്ത്രീലിംഗം എങ്ങനെയാണ്? കസ്ല. അപ്പോൾ മറിയമു കസ്ല. ബഹുവചനം പുല്ലിംഗായാലും സ്ത്രീലിംഗായാലും കുസാല തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്തുല്ലാബു കുസാല, അത്വാലിബാത്തു കുസാല. അപ്പോൾ ഇത് മനപ്പാടാക്കണം. അപ്പോൾ ജൗആനു, അത്ഷാനു, ഷബ്ആനു, ഗളുബാനു, കസ്ലാനു. ഓക്കെ, ഈ 5 ഇസ്മുകൾ നമ്മൾ പഠിക്കണം. അതിൻ്റെ സ്ത്രീലിംഗവും അതിൻ്റെ ബഹുവചനം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനാണ്, ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ്. ലിമ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. ലിമാദ, എന്തുകൊണ്ട്. അപ്പോൾ ലിമാദ എന്ന് പറഞ്ഞാലും ലിമ എന്ന് പറഞ്ഞാലും എന്തുകൊണ്ടെന്ന് തന്നെ രണ്ടിൻ്റെ അർത്ഥം. അപ്പോൾ ലിമ ഖറജ്ത മിനൽ ഫസ്ലി, ക്ലാസ് റൂമിൽ നിന്ന്
നീ എന്തുകൊണ്ട് പുറപ്പെട്ടു. ഖറജ്ത നീ പുറപ്പെട്ടു. ലിമ ഖറജ്ത നീ എന്തുകൊണ്ട് പുറപ്പെട്ടു. ഖറജ്ത മിനൽ ഫസ്ലി നീ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടോ. ഖറജ്ത നീ പുറപ്പെട്ടു. ഖറജ്ത നീ പുറപ്പെട്ടോ മിനൽ ഫസ്ലി ക്ലാസ് റൂമിൽ നിന്ന്. നാം അതെ. ലിമ എന്തുകൊണ്ട്, എന്തിന്. ഓക്കെ. ആ ലിമക്ക് ശേഷം ഹാവ് എഴുതും. ഹാൻ്റെ മുകളിൽ സുക്കൂന, പക്ഷെ അത് ഉച്ചരിക്കൂല. ഓക്കെ, അത് ഉച്ചരിക്കൂല. ലിമ എന്തുകൊണ്ട്. ലിമ ലറബ്ത ഹാദൽ വലതു ഈ കുട്ടിയെ നീ എന്തിനാണ് അടിച്ചത്. ലിമ എന്തുകൊണ്ട്. ലറബ്ത നീ അടിച്ചു. ഹാദൽ വലതു ഈ കുട്ടിയെ. ലറബ്ത നീ അടിച്ചോ. ഹാദൽ വലതു ഈ കുട്ടിയെ. നാം അതെ. ലിമ എന്തുകൊണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ലിമ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ്. ബാറക്കല്ലാഹു ഫീക്കും.